അസ്സലാമു അലൈക്കും. 9ാം ക്ലാസ്സിലെ അറബിയുടെ അൽഫുസലാം എന്ന കവിതയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 35. അൽഫുസലാം എന്ന് പറഞ്ഞാൽ, അൽഫ് എന്ന് പറഞ്ഞാൽ 1000, സലാം എന്ന് പറഞ്ഞാൽ അഭിവാദ്യങ്ങൾ. അപ്പോൾ 1000 അഭിവാദ്യങ്ങൾ എന്നുള്ളൊരു കവിതയാണ് പഠിക്കുന്നത്. ഈ കവിത എഴുതിയത് അഹമ്മദ് മഹ്മൂദ് നജീബാണ്. നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം. യാ റീഫ് അൽഫുസലാം. യാ റീഫ്, റീഫ് എന്ന് പറഞ്ഞാൽ കറിയ, ഗ്രാമം. അൽഫുസലാം, ഈ ഗ്രാമമേ 1000 അഭിവാദ്യങ്ങൾ. യാ ജന്നത്തൽ അഹ്ലാം. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഹദീക്കത്ത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് തോട്ടം. അഹ്ലാം എന്ന് പറഞ്ഞാൽ സ്വപ്നം. അപ്പോൾ സ്വപ്നങ്ങളുടെ തോട്ടമേ എന്ന് പറയാം. യാ ജന്നത്തൽ അഹ്ലാം, സ്വപ്നങ്ങളുടെ തോട്ടമേ 1000 അഭിവാദ്യങ്ങൾ. ഹല്ലത്ത് ബിക്കൽ ബറകാത്ത് യാ മംബ അർ റഹ്മാത്ത്. ഹല്ലത്ത്, ഹല്ലത്ത് എന്ന് പറഞ്ഞാൽ ഇറങ്ങി, ബിക്ക നിന്നിലേക്ക് ഇറങ്ങി, ഏ ഗ്രാമമേ നിന്നിലേക്ക് ഇറങ്ങി, അൽ ബറകാത്ത് അനുഗ്രഹങ്ങൾ. അപ്പം നിന്നിലേക്ക് അനുഗ്രഹങ്ങൾ ഇറങ്ങി. ബറക്കത്ത് ജമ ബറകാത്ത്, നിന്നിലേക്ക് എന്താണ് അനുഗ്രഹങ്ങൾ ഇറങ്ങി. യാ മംബ റഹ്മാത്ത്. മംബ എന്ന് പറഞ്ഞാൽ ഉറവിടം, റഹ്മത്ത് റഹ്മാത്ത് എന്ന് പറഞ്ഞാൽ കരുണ, കാരുണ്യം. കാരുണ്യം എന്ന് പറയാം. അപ്പോൾ ഹല്ലത്ത് ബിക്കൽ ബറകാത്തിൻ, ഹല്ലത്ത് നിന്നിലേക്ക് ഇറങ്ങി, ഗ്രാമമേ നിന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബിക്കൽ ബറകാത്തിൻ, ധാരാളം അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ യാ മംബ റഹ്മാത്തിൻ, അതുപോലെ തന്നെ ധാരാളം കാരുണ്യത്തിൻ്റെ ഉറവിടമേ. യാ മംബ എന്ന് പറഞ്ഞ ഉറവിടം, റഹ്മാത്ത് കാരുണ്യം. അപ്പോൾ കാരുണ്യത്തിൻ്റെ ഉറവിടമേ, നിന്നിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഇറങ്ങി. വ സഖാക്ക നെഹ്റുൻജാർ യാ ഹീറത്തൽ അംസാർ. വ സഖാക്ക, നിന്നെ കുടിപ്പിച്ചു. നിന്നെ എന്നുള്ളത് ഇവിടെ ഗ്രാമത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വ സഖാക്ക, നിന്നെ കുടിപ്പിച്ചു. നെഹ്റുൻ, പുഴ നിന്നെ കുടിപ്പിച്ചു. ജാറുൻ, ഒഴുകുന്ന പുഴ. ഇപ്പോൾ നിൻ്റെ നാട്ടിലൂടെ ഒഴുകുന്ന പുഴ നിന്നെ, ഗ്രാമമേ നിന്നെ കുടിപ്പിച്ചു. യാ ഹീറത്തൽ അംസാർ, നാടുകളിൽ മികച്ച നാട്. അംസാർ, യഹീറത്ത് എന്ന് പറഞ്ഞാൽ നന്മ. അംസാർ എന്നുള്ളത് മിസ്ർ, ജമ്മു, അംസാർ പട്ടണം. അപ്പോൾ പട്ടണങ്ങളുടെ നന്മയാണ്. നാടുകളിൽ മികച്ച നാടേ, നാടുകളിൽ മികച്ച നാടേ, നിന്നെ ഈ ഒഴുകുന്ന പുഴ നിന്നെ കുടിപ്പിച്ചെന്ന് പറയാണ്. യഹീറത്തുൽ അംസാർ, നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാടേ, നിന്നെ ഈ ഒഴുകുന്ന പുഴ നിന്നെ കുടിപ്പിച്ചു. യജ്രി മദൽ അസ്മാൻ ബിൽ ഖൈരി വൽ ഇഹ്സാൻ. യജ്രി, ആ നദി ഒഴുകുന്നു. യജ്രി, ആ നദി ഒഴുകുന്നു. മദൽ അസ്മാൻ, കാലങ്ങളോളം, കാലങ്ങളായിട്ട്, ധാരാളം വർഷങ്ങളായിട്ട് ആ പുഴ ഇവിടെ ഇതിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു, ഒഴുകുന്നു. ബിൽ ഖൈരി, നന്മ കൊണ്ടും, വൽ ഇഹ്സാനിൻ, ഗുണം കൊണ്ടും. നന്മയുമായിട്ടും അതുപോലെ ഗുണവുമായിട്ടും നിന്നെ കുടിപ്പിച്ചുകൊണ്ടും നിനക്ക് നന്മ ചെയ്തു നിനക്ക് ഗുണം നൽകിയും ഈ കാലങ്ങളായിക്കൊണ്ട് നിൻ്റെ ഗ്രാമത്തിലൂടെ ഈ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ സുബ്ഹാന മൻ അഗ്നാഹു ബിൽ ഖൈരി മൻ അജ്റാഹു. സുബ്ഹാന മൻ അഗ്നാഹു ബിൽ ഖൈരി മൻ അജ്റാഹു എന്ന് പറഞ്ഞാൽ, സുബ്ഹാന എത്ര പരിശുദ്ധനാണ്, മൻ അഗ്നാഹു, സുബ്ഹാന എത്ര പരിശുദ്ധൻ, മൻ ആരാണ്, അഗ്നാഹു ഐശ്വര്യമാക്കിയവൻ. അതായത് ഈ നന്മകളും ഐശ്വര്യവും ഒഴുക്കിയ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ എത്ര പരിശുദ്ധനാണ്. അഗ്നാഹു എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാക്കി, ഐശ്വര്യം നൽകി. ബിൽ ഖൈരി, നന്മ കൊണ്ട്. മൻ അജ്റാഹുൻ, ബിൽ ഖൈരി, നന്മ കൊണ്ട്. മൻ അജ്റാഹു, അതിനെ ഒഴുക്കിയവൻ. ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ പുഴ ഒഴുക്കിയവൻ എത്ര പരിശുദ്ധനാണ്. ഇത്രയും നന്മയും ഗുണമായി കൊണ്ട് ഈ ഗ്രാമത്തിലൂടെ ഈ പുഴ അങ്ങനെ ഒഴുക്കിയവൻ എത്ര പരിശുദ്ധനാണ്. സുബ്ഹാന, എത്ര പരിശുദ്ധനാണ്. മൻ അഗ്നാഹു, അതിനെ ഐശ്വര്യമാക്കിയവൻ. ബിൽ ഖൈരി, നന്മ കൊണ്ട്. മൻ അജ്റാഹു, അതിനെ പുഴ ഒഴുക്കിയവൻ എത്ര പരിശുദ്ധനാണ്.
ഒന്നൂർ നീ നോക്കൂ ഇലൽ ഈത്താൻ. ഈത്താൻ എന്ന് പറഞ്ഞാൽ വയൽ. ഒന്നൂർ നീ നോക്കൂ ഇലൽ ഈത്താൻ, വയലിലേക്ക് നോക്കൂ. തസ്ഹു അലശത്ത് ആൻ. ഔത്ത് ജമ്മാണ് ഈത്താൻ കേട്ടോ. ഔത്ത് എന്ന് പറഞ്ഞാൽ വയൽ, അതിന് ജമ്മാണ് ഈത്താൻ. വയലിലേക്ക് നോക്കൂ. തസ്ഹു ശോഭിച്ച് നിൽക്കുന്നു. അലശത്ത് ആൻ അതിൻ്റെ താഴ്വരകളിൽ, അതിൻ്റെ താഴ്വരകളിൽ എന്ത് ചെയ്യുന്നു? ശോഭിച്ച് നിൽക്കുന്നുണ്ട്. നീ വയലിലേക്ക് നോക്കൂ, ആ വയലിൻ്റെ താഴ്വരകളിൽ ശോഭിച്ച് നിൽക്കുന്നു. എന്താണ് ഈ താഴ്വര എങ്ങനെയാണ് ശോഭിച്ച് നിൽക്കുന്നത്? ഫി സുന്ദുസിൻ അഹ്ലൻ, ഒരു പച്ച പട്ട് ധരിച്ചതുപോലെ. സുന്ദുസ് എന്ന് പറഞ്ഞാൽ പട്ട്, അഹ്ലർ പച്ച. അപ്പോൾ ഈ വയലിൻ തീരങ്ങളിലേക്ക് നോക്കിയാൽ എന്താണ്? വയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പച്ച പട്ട് ധരിച്ചതുപോലെ പച്ചപ്പായിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. യാ അബ്ഹജൽ മൻദർ. അബ്ഹജ് എന്ന് പറഞ്ഞാൽ മനോഹരം, ഏറ്റവും മനോഹരം. യാ അബ്ഹജൽ മൻദർ, എന്ത് മനോഹരമായ കാഴ്ചയാണത്. മൻദർ എന്ന് പറഞ്ഞാൽ കാഴ്ച, അബ്ഹജ് എന്നാൽ മനോഹരം. യാ അബ്ഹജൽ മൻദർ, എന്ത് മനോഹരമായ കാഴ്ചയാണ് അത്. പിന്നെ വൽഹബ്ബു ഫിൽ കീസാൻ മാലത്ത് ബിഹിൽ ഈദാൻ. വൽഹബ്ബു ഈ ധാന്യങ്ങൾ, ഫിൽ കീസാൻ ഈ പോളകളിലുള്ള ധാന്യങ്ങൾ. പോള ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള, അപ്പോൾ നെല്ല് അതൊക്കെയാണ്. നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ള പോളകളിൽ ഒതുങ്ങിയിട്ടുള്ള ഈ ധാന്യങ്ങൾ. മാലത്ത് അത് ചെരിഞ്ഞു. ബിഹിൽ ഈദാൻ അതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ ചെരിഞ്ഞു. മാലത്ത് ചെരിഞ്ഞു. ബിഹിൽ ഈദാൻ ഈ നെല്ല് അതുപോലെ അത് ഗോതമ്പൊക്കെ എന്താണ് അതിൻ്റെ പോളകളിലാണ് അതിൻ്റെ ധാന്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മാലത്ത് അത് ചെരിഞ്ഞു. ബിഹിൽ ഈദാൻ അതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അതില്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ ചെടികളിൽ വയലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ തണ്ടുകളിൽ ഈ പോളകളിലുള്ള ധാന്യങ്ങളുള്ള ഈ ചെടികളൊക്കെ എന്താണ് അതിൻ്റെ വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചായുന്നു, ചെരിയുന്നു. മാലത്ത് ചെരിയുന്നു. ബിഹിൽ ഈദാൻ അതിൻ്റെ തണ്ടുകൾ. വയലിലൊക്കെ പോയാൽ അറിയാം നെല്ലെന്താണ് അതിൻ്റെ നെൽക്കതിരൊക്കെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വെയിറ്റ് കൊണ്ട് രണ്ട് ഭാഗത്തേക്കും ചെരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ വൽവർദ് വർറൈഹാനു യഹ്താലു ഫിൽ വുദിയാൻ. വൽവർദുൻ പനിനീർ, അത് റോസും. അതുപോലെ വർറൈഹാൻ മറ്റു പൂക്കളും, അതൊരു പൂവാണ്, മറ്റു ചെടികളും. റൈഹാൻ മറ്റു പൂക്കളും. യഹ്താലു ഫിൽ വുദിയാൻ, യഹ്താലു അഹങ്കരിക്കുന്നു. ഫിൽ വുദിയാൻ വാദി ജമ്മ വുദിയാൻ താഴ്വരകളിൽ, അതിൻ്റെ താഴ്വരകളിൽ ഇതൊക്കെ അഹങ്കരിക്കുന്നു. വത്തൊയ്റുദുൽ അൽവാൻ ഇഷ്ദു അലൽ ഔസാൻ. വത്തൊയ്റു പക്ഷികൾ. എങ്ങനെയുള്ള പക്ഷികളാണ്? ദുൽ അൽവാൻ, ലൗന് ജമ്മു അൽവാൻ. ദു അൽവാൻ എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള, പല കളറുള്ള. അപ്പോൾ പല കളറുകളിലുമുള്ള പക്ഷികൾ. യഷ്ദു അവർ പാട്ടുപാടുന്നു. അലൽ ഔസാൻ, ഉസ്ന് ജമ്മ് ഔസാൻ. ഉസ്ന് എന്ന് പറഞ്ഞാൽ കൊമ്പിൽ, ചില്ലുകളിൽ, മരച്ചില്ലുകളിൽ ഇരുന്ന് അവരിങ്ങനെ പക്ഷികൾ പാട്ടുപാടുന്നു. പിന്നെ യദ്ഊ ലക്കൽ വാദി ഇഹ്ഫൽഹു യാ ഹാദി. യദ്ഊ പ്രാർത്ഥിക്കുന്നു. ലക്ക നിനക്ക്, ഗ്രാമമേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽ വാദി താഴ്വര, ഗ്രാമമേ നിനക്ക് വേണ്ടി താഴ്വര പ്രാർത്ഥിക്കുന്നു. യദ്ഊ പ്രാർത്ഥിക്കുന്നു. ലക്ക നിനക്ക് വേണ്ടി, അതായത് ഗ്രാമത്തിന് വേണ്ടി. ഗ്രാമമേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽ വാദി താഴ്വര നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇഹ്ഫൽഹു യാ ഹാദി, ഇഹ്ഫൽഹു അതിനെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാ ഹാദി, യാ ഹാദി ഉദ്ദേശിക്കുന്നത് ദൈവമേ എന്നുള്ളതാണ്. അതായത് ഹാദി അതിൻ്റെ കറക്റ്റ് മീനിങ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവൻ, മാർഗദർശനം നൽകുന്നവൻ, ഗൈഡർ എന്ന് പറയും. അതായത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അള്ളാഹു ആണല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹുവെ ദൈവമേ നീ അതിനെ സംരക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. താഴ്വര പ്രാർത്ഥിക്കുകയാണ് ഗ്രാമത്തിന് വേണ്ടി. അസ്ലിഹ് ലഹുൽ അഹ്വാൽ വർഫ യദൽ ഇഹ്മാൽ. അസ്ലിഹ് നീ നന്നാക്കണമേ. ലഹുൽ അഹ്വാൽ അതിൻ്റെ അവസ്ഥകളൊക്കെ, ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥകളൊക്കെ നീ നന്നാക്കണമേ. അതുപോലെ തന്നെ വർഫ യദൽ ഇഹ്മാൽ, വർഫ നീ ഉയർത്തേണമേ, നീ തടഞ്ഞിടണമേ, നീ ഉയർത്തിക്കളയണമേ. യദൽ ഇഹ്മാൽ അതിൻ്റെ അവഗണനകൾ.
ഈ ഗ്രാമത്തിൻ്റെ അവഗണന, അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമത്തിലെ ആളുകളുടെ മടി അങ്ങനെയുള്ള അതിൽ നിന്നും മടിയിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ അവഗണനയിൽ നിന്നും എന്താണ് ഇഹ്മാൽ എന്ന് പറഞ്ഞാൽ അവഗണന. അപ്പോൾ ഈ അവഗണനയിൽ നിന്നും അതുപോലെ ഗ്രാമത്തിലെ ആളുകളുടെ മടിയിൽ നിന്നും നീ എന്ത് ചെയ്യണം, അതിനെ ഉയർത്തേണമേ, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും ഉയർത്തേണമേ. വർഫ് നീ കളയണമേ, ഉയർത്തേണമേ. യദൻ കൈകൾ, ഇഹ്മാൽ അവഗണനയുടെ കൈകൾ, അതായത് മടിയുടെ കൈകൾ നീ ഉയർത്തേണമേ. എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും ഈ ഗ്രാമത്തെ നീ ഉയർത്തേണമേ, അതായത് എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും ഈ ഗ്രാമത്തെ നീ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കവിത. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.